പത്തനംതിട്ടയിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച് മുന്നണികൾ. എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രചാരണത്തിൽ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ ഒരു പടി മുന്നിലാണ്. ഇടതുപക്ഷത്തെ മുതിർന്ന നേതാക്കളുടെ കയ്യാങ്കളിയും സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലും തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ നാണക്കേടിലാക്കിയിരിക്കുകയാണ്. നിലവിലെ MP ആന്റോ ആന്റണിക്കെതിരെ ശക്തമായ ജനവിരുദ്ധ വികാരവും മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഇത്തവണ പത്തനംതിട്ട മണ്ഡലം ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അനിൽ കെ ആന്റണി, തോമസ് ഐസക്, ആന്റോ ആന്റണി ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. പക്ഷേ അടിയൊഴുക്കാണ് CPM-നെ വലയ്ക്കുന്നത്. ജനവിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം ആന്റോ ആന്റണിയെ സംബന്ധിച്ചുമുണ്ട്. NDA കൂടുതൽ കരുത്താർജിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രോഹിണി, തെരഞ്ഞെടുപ്പ് തീയതിയുടെ പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ അണിനിരത്തി ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് മാറിയ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം 7 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 5 എണ്ണം പത്തനംതിട്ടയിൽ, 2 എണ്ണം കോട്ടയത്ത്. തിരുവല്ല, ആറന്മുള, കോന്നി, അടൂർ, റാന്നി 5 മണ്ഡലങ്ങൾ പത്തനംതിട്ടയിലുള്ളപ്പോൾ കാഞ്ഞിരപ്പള്ളി ഒപ്പം പൂഞ്ഞാർ 2 മണ്ഡലങ്ങൾ കോട്ടയം മണ്ഡലത്തിലും സ്ഥിതി ചെയ്യുന്നു. ഈ 7 മണ്ഡലങ്ങളിലും ക്രിസ്ത്യൻ സഭകൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. പത്തനംതിട്ടയുടെ രൂപീകരണം മുതൽ 1982 മുതൽ UDF-ന് ശക്തമായ മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 15 വർഷം ആന്റോ ആന്റണി, UDF-ന്റെ ആന്റോ ആന്റണി MP തെരഞ്ഞെടുത്ത് പ്രതിനിധിയായിട്ട് പാർലമെന്റിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട മണ്ഡലം. പക്ഷേ ശക്തമായിട്ടുള്ള ജനവിരുദ്ധ വികാരം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വികസന മുരടിപ്പ് പത്തനംതിട്ട ജില്ലയിൽ തുടർച്ചയായി ഉണ്ടാകുന്നു. MP മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം ഇടതുപക്ഷവും ഒപ്പം തന്നെ NDA-യും MP-ക്കെതിരെ, സ്ഥാനാർത്ഥിക്കെതിരെ, UDF സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിക്കുന്നു. MP-യെ കാണാനില്ല എന്നതായിരുന്നു കഴിഞ്ഞ നാളുകളായിട്ട് പ്രതിപക്ഷം LDF-ഉം അതോടൊപ്പം തന്നെ NDA-യും MP-ക്കെതിരെ മുന്നോട്ട് വെച്ച പ്രധാന ആരോപണം. ഈ ഒരു കാര്യം പൊതുജനങ്ങൾക്കിടയിലും ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. NDA-യെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചാരണത്തിന് തുടക്കം കുറിച്ച മണ്ഡലമാണ്. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നിലനിൽക്കുന്നു. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണം, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടൊപ്പം തന്നെ ശക്തമായ പ്രചരണം തുടക്കം കുറിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് മുന്നിലാണ് NDA-യുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. NDA-യെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരണ്ടിയാണ് NDA മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ആ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നതിന് വേണ്ടി വീണ്ടും പത്തനംതിട്ടയിൽ നിന്ന് ഇത്തവണ NDA-യുടെ ഒരു പ്രതിനിധിയെ അയക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മണ്ഡലത്തിലേക്ക് എത്തി പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ഈ NDA-യുടെ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം, മണ്ഡല പര്യടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങളുടെ വലിയ പങ്കാളിത്തം ലഭിക്കുന്നുണ്ട്. യുവ വോട്ടർമാരുടെ സാന്നിധ്യം ഈ മണ്ഡല പര്യടനത്തിലെല്ലാം ആദ്യ അവസാനം ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ആന്റോ ആന്റണി ആയാലും ഒപ്പം തന്നെ തോമസ് ഐസക് ആയാലും LDF-ന്റെയും UDF-ന്റെയും പ്രതിനിധികളെ ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർ അവിടെ എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സഖ്യത്തിലേക്കാണ് ഒന്നിച്ചു ചേരുന്നത്, കൈചേർത്ത് പിടിക്കുന്നത് എന്നുള്ള ഒരു കാര്യവും NDA ശക്തമായി തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഒരു പൊതുബോധം ജനങ്ങൾക്കിടയിലും ശക്തമായി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള വികസനങ്ങൾ പത്തനംതിട്ടയിൽ സാധ്യമാക്കണം എന്നുണ്ടെങ്കിൽ അനിൽ ആന്റണിയുടെ, NDA-യുടെ സ്ഥാനാർത്ഥിയുടെ വിജയമാണ് വേണ്ടത് എന്നുള്ള ഒരു കാര്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ NDA-ക്ക് കഴിയുന്നുണ്ട്. NDA ക്യാമ്പിന് അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ജനങ്ങൾക്കിടയിലും അത്തരത്തിലുള്ള ഒരു കാര്യം, അത്തരത്തിലുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യവുമാണ് എടുത്ത് പറയേണ്ടത്. ഒപ്പം തന്നെ ശബരിമല പോലെയുള്ള പുണ്യസങ്കേതങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ്, പുണ്യഭൂമി കൂടിയാണ് പത്തനംതിട്ട ജില്ല. ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ള യാതൊരു വികസന പ്രവർത്തനങ്ങളും മറ്റും ഈ 8 വർഷം തുടർച്ചയായി കേരളം ഭരിച്ച ഇടതുപക്ഷവും ഒപ്പം തന്നെ 15 വർഷം തുടർച്ചയായി പ്രതിനിധിയായി പാർലമെന്റിലേക്ക് പറഞ്ഞയച്ച ആന്റോ ആന്റണിയും കൊണ്ടുവന്നിട്ടില്ല. തീർത്തും തഴയുന്ന ഒരു കാര്യമാണ്, സമീപനമാണ് ഇവർ 2 മുന്നണികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു വിമർശനവുമുണ്ട്. പ്രഥമ പരിഗണനയായി ശബരിമലയുടെ വികസനവും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം നടത്തും എന്നുള്ളൊരു കാര്യവും അനിൽ ആന്റണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സഭകൾക്ക് വ്യക്തമായിട്ടുള്ള മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. പ്രധാനമായും ഓർത്തഡോക്സ് മാർത്തോമ സഭകൾക്ക് പത്തനംതിട്ട മണ്ഡലത്തിലും ഒപ്പം കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറുമുള്ള മണ്ഡലങ്ങളിൽ സിറിയൻ റോമൻ കത്തോലിക്കിനും ഒപ്പം തന്നെ ലത്തീനും സഭകൾക്കും മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങളാണ്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം കൃത്യമായി ക്രിസ്ത്യൻ സഭകളുടെ വിശ്വാസങ്ങൾ നേടിയെടുക്കാനും BJP-ക്ക് ഇത്തവണ സാധിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ സഭകൾക്കെതിരെ പല കുപ്രചാരണങ്ങളും ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വെറും കുപ്രചാരണങ്ങൾ മാത്രമാണെന്നുള്ള ഒരു കാര്യവും അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ കൃത്യമായിട്ടുള്ള
സംരക്ഷണം ഇവർക്ക് ക്രിസ്ത്യൻ സഭകൾക്കും മറ്റും ഉണ്ടാകും എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താനും NDAക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2014 തെരഞ്ഞെടുപ്പിൽ MD രമേശ് ആയിരുന്നു പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി. 1.5 ലക്ഷത്തോളം വോട്ടുകൾ ലഭിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി. 2,97,000 വോട്ടുകൾ K സുരേന്ദ്രന് ലഭിച്ചു. ഓരോ ഘട്ടത്തിലും വോട്ടുകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യമാണ് NDAക്കുള്ളത്. അത് ഇത്തവണയും ഉണ്ടാകും. ഇത്തവണ ഈ ക്രിസ്ത്യൻ സഭകളുടെ വിശ്വാസം കൂടി നേടിയെടുത്ത സാഹചര്യത്തിൽ അവരിൽ നിന്നുള്ള വോട്ട് കേന്ദ്രീകരണം കൂടെ ഉണ്ടായി കൃത്യമായി വിജയം സുനിശ്ചിതമാണെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് NDA ക്യാമ്പിനുള്ളത്. ഇനി ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം കഴിഞ്ഞ മാസങ്ങളായിട്ട് തോമസ് ഐസക് ഈ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു ചില ആളുകളുടെ പേരുകൾ ഉയർന്നു വരുന്ന സാഹചര്യം ഇടതുപക്ഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപുള്ള മാസങ്ങളിൽ രാജു എബ്രഹാമിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ ഉയർന്നു വന്ന ഈ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തോമസ് ഐസക്കിന്റെ പ്രചാരണം പോരാ എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ജില്ലയിലെ പ്രധാന മുതിർന്ന നേതാക്കളായ A പത്മകുമാറും PB ഹർഷകുമാറും പോരടിക്കുന്ന സാഹചര്യമുണ്ടായി. ആ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ട് ഇടപെടേണ്ട സാഹചര്യമുണ്ടായി. സംസ്ഥാന നേതൃത്വം നേരിട്ട് തെരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ചുമതലയുള്ള ഒരു നേതാവിനെ ജില്ലയിലേക്ക് അയക്കും എന്നാണ് നിലവിൽ ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തെ നാണക്കേടിലാക്കുന്ന പല സംഭവ വികാസങ്ങളും ഉണ്ടായ ഒരു ജില്ല കൂടിയാണ് ഇത്. ആ കാര്യത്തിൽ സ്ഥാനാർത്ഥിക്കും തോമസ് ഐസക്കിനും നിരാശയുണ്ട്. ഈ കഴിഞ്ഞ കാലത്ത് ഈ സംസ്ഥാനത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്കെല്ലാം കാരണം തോമസ് ഐസക് ആണ്. സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് പറഞ്ഞുവിട്ടു എന്നുള്ള ഒരു കാര്യം ഈ അതെ, പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.